മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപനും മുത്തശ്ശിയും വന്നിറങ്ങിയതും തന്നെ മോഹിനിയെ കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, എന്തോ അവളുടെ മുഖത്തിനൊരു പന്തികേടുണ്ടല്ലോ, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിക്കണം കേട്ടോ. അത് കേട്ടതും തന്നെ മോഹിനിക്കാകെ ദേഷ്യം വരികയാണ്. നിങ്ങളുടെ പൊന്നാര മോളകത്തുണ്ട്, അവളോട് ചോദിക്കുക, പറഞ്ഞു തരും എന്ന് പറയുക. എന്താ മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും പ്രതാപനും കൂടി പോയി ചോദിക്കുമ്പോൾ കരുണ്ട മുഖത്തിങ്ങനെ അടയാളം കാണും കേട്ടോ. നിന്നെ അവൾ അടിച്ചോ, നിന്നെ അവൾ പണി ചെയ്യാതെ അടിച്ചോ മോളെ നിന്നെ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ. അതേ സമയത്ത് അവളല്ല അടിച്ചത്, പുറത്ത് നിൽക്കുന്ന ആളാണ് എന്നെ അടിച്ചത് എന്ന് പറയും. അത് കേട്ടതും തന്നെ പ്രതാപനും മുത്തശ്ശിക്ക് അങ്ങനെ കലി കയറുകയാണ് കേട്ടോ. എന്തിനാടി നീ എൻ്റെ മോളെ അടിച്ചത് എന്ന് ചോദിച്ചിട്ട് പ്രതാപൻ മോഹിനിയെ അടിക്കാൻ പോവാണ് കേട്ടോ. ആ കൈ അങ്ങനെ പിടിക്കുകയാണ് മോഹിനി. അത് പിടിച്ചതിന് ശേഷം എൻ്റെ മേലെ തൊട്ടു പോകരുത്, ഞാനിപ്പോൾ ആശുപത്രിയിൽ പോവുകയാണ്, എൻ്റെ മോളുടെ കുഞ്ഞും അവിടെ എന്തായി എന്നുള്ളത് അറിയില്ല, അതായതിനു ശേഷം നിങ്ങളും നിങ്ങളുടെ മോളും അനുഭവിക്കും അതിന് യാതൊരു മാറ്റമില്ല, ഞാനിപ്പോൾ പോകുന്നു എന്ന് പറഞ്ഞിട്ട് മോഹിനി പോവുകയാണ് കേട്ടോ. അത് കേട്ടതും പ്രതാപനും മുത്തശ്ശിയാകെ ഞെട്ടിപ്പോകുകയാണ് കേട്ടോ. എന്താ മോളെ, എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ കരുണ കാര്യങ്ങളെല്ലാം പറയണം. അവൾ രാവിലെ എന്നെ എണീച്ചിട്ട് ഭരിക്കാൻ വന്നു, എനിക്ക് സമനില തെറ്റി അവളുടെ കുഞ്ഞ് ഇല്ലാതാവണം, അതാണ് എൻ്റെ ആവശ്യം. അവൾ ഒരിക്കലും കണ്ണൻ്റെ കയ്യും പിടിച്ചിട്ട് കുഞ്ഞുമായിട്ട് അവൾ വരരുത്, അവൾ എൻ്റെ ദാസിപ്പണി ചെയ്യാനാണ് വന്നത്, കണ്ണനെ വീൽ ചെയറിലുള്ള കണ്ണനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതേപോലെ അച്ഛനെ ഇനിയിപ്പോൾ ജയിലിൽ പോവുകയാണെങ്കിൽ ഞാനും കൂടെ പോകും, അതിനെനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ കേട്ടോ. പ്രതാപനും മുത്തശ്ശിനെയും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പോലീസ് വരുമോ അതോ മാർക്കോ വരുമോ, എനിക്കാകെ പേടിയാകുന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ മുത്തശ്ശി. അതേസമയം പ്രതാപം പറയുന്നുണ്ട്, എനിക്ക് ജയിലിൽ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ മോളിനെയും കൂടെ കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ചിന്തിക്കാൻ പോലും വയ്യ, പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അമ്മേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം കരുണ പറയുന്നുണ്ട്, ആ അടുക്കളയിൽ കിടന്ന് അത്രയും പണി ചെയ്താൽ അതിനേക്കാളും കുഴപ്പമില്ല, എനിക്ക് ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ഒരിക്കലും അവൾ അവിടെ മഹാറാണിയെ ജീവിക്കരുത്, അതിന് വേണ്ടി തന്നെയാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം പ്രതാപനും മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കണം, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒന്നില്ലേ പോലീസുകാർ വരും നിന്നെ തല്ലി ഇതാക്കും, അതേപോലെ അല്ലെങ്കിൽ മാർക്കോ വരും, ആ മാർക്കോയും നിന്നെയും തല്ലും, ചിലപ്പോൾ മോളെയും കൊടുത്തുനിന്ന് വരും, ഏതായാലും ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കാവോ എന്ന് പറയും. അതേസമയം പ്രതാപം പറയും, എന്നാൽ ശരി ഞാനൊന്ന് കുളിച്ച് റെഡിയായി നിൽക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം മോഹിനി അവിടെ ആശുപത്രിയിൽ പോവുകയാണ്. ആശുപത്രിയിൽ പോയിട്ട് കണ്ണനോട് ചോദിക്കും, എന്താ മോനെ, എന്താ പറ്റി, മോളുടെ വിവരം എന്താണെന്ന് ചോദിക്കുക. കണ്ണൻ പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അവിടെ കിടന്നിട്ട് ഒരു സമാധാനമില്ല, എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്, ആ രണ്ടെണ്ണം പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട്, അവളും അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ. അവർ പ്രാർത്ഥിക്കട്ടെ, അവരൊരിക്കലും എന്നെ ജീവിക്കാൻ വിട്ടിട്ടില്ല, എന്നെ അതേപോലെ തന്നെ എൻ്റെ മഹിയെയും അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഇങ്ങനെയായ ശരിയാവില്ല എന്ന് മോഹിനിയോട് ഇങ്ങനെ പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, മോനെ എനിക്കൊരു സംശയമുണ്ട്, പ്രതാപന് സുഖമില്ലാതിരിക്കുമ്പോൾ വാമേട്ടൻ അങ്ങോട്ടേക്ക് വരുമായിരുന്നു, എപ്പോഴും വരികയും ചെയ്യും, അതുപോലെ ആശുപത്രിക്ക് കൊണ്ടുപോവുകയും ചെയ്യും, ഇതിൻ്റെ പിന്നിൽ വാമേട്ടന് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ അമ്മ ചോദിക്കും, ഞാൻ ചോദിച്ചാൽ പറയില്ല, അവരുടെ അമ്മ ചോദിക്കുന്നതും ഞാൻ രഹസ്യമായി പറയണത് ഞാൻ കേട്ടതാണ് മോനെ എന്നിങ്ങനെ പറയുന്നുണ്ടോ. അത് കേട്ടതും തന്നെ കണ്ണനാകെ കലി കയറണം കേട്ടോ. കണ്ണൻ പറയും, അമ്മ എന്തായാലും ഇവിടെ ഇരിക്കും, ഇപ്പം തന്നെ ലേഖയും അനന്തവും വരും, ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം, ഏതായാലും ശരി മഞ്ജു വീട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നിങ്ങനെ പറയണേ കേട്ടോ. അതേസമയം ഉണ്ണിയും ദുർഗയും കൂടി അവിടെ ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്, മോനെ എന്തായി എന്ന് ചോദിക്കുക, എന്താവാണ്, അവളെ ദ്രോഹിച്ചതല്ലേ, അവർ മരിച്ചാൽ മരിക്കട്ടെ എന്നിങ്ങനെ ഉണ്ണി പറയണേ കേട്ടോ. അത് കേൾക്കും, മോനെ നീ ഇങ്ങനെ പറയണ്ട, ഇനി ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട അവസ്ഥ വരുമോ എന്ന് ചോദിക്കുക. ഒരിക്കലും അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് ഇവിടേക്കാണ്, അമ്മ ഒരിക്കലും ഇറങ്ങി പോകരുത്, അങ്ങനെ വയസ്സായവരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കണ പരിപാടിയൊന്നും ഇല്ല എന്നിങ്ങനെ പറയും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഞ്ജു വരികയാണ് കേട്ടോ. മഞ്ജുവിനെ കണ്ടതും എന്തായി മോളെ എന്ന് ചോദിച്ചിട്ട് പോവുക ദുർഗ. എന്തായി എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ്, അവർ രണ്ടുപേരും ഇല്ലാതായി എന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുകയല്ലേ, എവിടെ അവളെ കണ്ടതാണെങ്കിൽ ഞാൻ കൊത്തി നുറുക്കിയേനെ എന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ. നാണം കെട്ടവൾ, അവൾ ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അത് പറയാൻ നീ ആരടി, നീയും അതേപോലെ തന്നെ മഹാലക്ഷ്മിയും അതേപോലെ സാഗറും അവർ രണ്ടുപേരാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താവേണ്ടത്, അല്ലാതെ ഞങ്ങളല്ല, അത് നീ
നീയല്ല തീരുമാനിക്കുന്നത് എന്ന് പറയണം. അവൾ ഒരിക്കലും നീ നിൻ്റെ ഭാര്യയെ കൊണ്ടേ കളയടാ എന്ന് പറയണം കേട്ടോ മഞ്ജു ദേഷ്യത്തിലിങ്ങനെ സംസാരിക്കണം, നിങ്ങൾ ഒരിക്കലും ഗതി പിടിക്കില്ല എന്ന്. എന്നിട്ട് മഞ്ജു കയറി മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ദുർഗ ചോദിക്കണം കേട്ടോ, മോളെ എന്തായി ചോദിക്കും. അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല, അതല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്, പക്ഷേ അവർക്ക് ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണിയും ദുർഗയും കൂടിയിട്ട് ആകെ മൊത്തം ഇത് എന്ത് പറ്റി എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. ഇല്ല മോനെ, ആ വീഴ്ചയിൽ എന്തായാലും ശരി കുഞ്ഞിനെ കിട്ടില്ല എന്ന് ഉണ്ണിയോട് ദുർഗ പറയുകയാണ് കേട്ടോ. അതേസമയം മോഹിനി ഇങ്ങനെ ICUവിൽ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്, ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനന്തവും ലേഖയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അതിനുശേഷം അവളെ കണ്ടതും പറയും, ഞാൻ 3 പ്രാവശ്യം 4 പ്രാവശ്യം അവളെ വിളിക്കും, കരുണ അവൾക്ക് ഭക്ഷണത്തിൽ എന്തെങ്കിലും കൊടുക്കുന്നതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, ഇപ്പോൾ അവളെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലോ, അമ്മയുടെ മോളാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കലും അവൾ ഗതി പിടിക്കില്ല, അവൾ ഇതിലേ അനുഭവിക്കും, ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലേഖ തൻ്റെ ദേഷ്യം മുഴുവൻ മോഹിനിയോട് പറയുകയാണ് കേട്ടോ. അതിനുശേഷം കണ്ണൻ എവിടെയെന്ന് ചോദിക്കും. മോഹിനി പറയും, മോനെ ഞാനിവിടെ വന്നപ്പോൾ ഒരു സംശയം പറഞ്ഞിരുന്നു, ഇങ്ങനെ വാമേട്ടവൻ്റെ കാര്യം, പ്രതാപൻ്റെ കാര്യം, കണ്ണൻ്റെ അച്ഛനെ കൊന്നവരുടെ കാര്യം ഞാനിങ്ങനെ ഒരു സംശയം സൂചിപ്പിച്ചിരുന്നു, അത് കേട്ടതും പോയതാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം പിന്നീട് അവർ ഇങ്ങനെ ICUവിൽ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ കണ്ണൻ ആ ഡോക്ടറെ അടുത്ത് പോയിരിക്കണം കേട്ടോ. ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ പറയേണ്ട ഡോക്ടർ കാര്യങ്ങളെല്ലാം പറയേണ്ടത് ശരിയാണ്, ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, അയാൾ തന്നെയും കൂടി ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതാപം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രതാപനെ മയക്കിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു, ആദ്യമൊന്നും പ്രതാപം കൂട്ടാക്കിയില്ല, പിന്നീട് പറഞ്ഞിരുന്നു നല്ല പൈസയുള്ള ഒരു മോഹിനിയെ കല്യാണം കഴിച്ചു എന്നും മോഹിനിക്കൊരു മകളുണ്ടായിരുന്നു എന്നും അവളെ വേലക്കാരിയെ പോലെ ഞാൻ കരുതിയിട്ടുള്ളൂ, എൻ്റെ പൊന്നു മോളാണ് കരുണ എന്നും എല്ലാം പറഞ്ഞു. പിന്നീട് അതിനുശേഷം ഞാൻ ആ കാര്യങ്ങൾ ചോദിച്ചു, വാമദേവനെ നിങ്ങൾ കൊലയാളി എന്ന് പറയണ്ടല്ലോ, അതെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിങ്ങനെ പറയണം കേട്ടോ. അങ്ങേര് പറഞ്ഞ കാര്യം കേൾക്കാനുള്ള മനക്കരുത്തൊന്നും ഇല്ലാതെ ഇരിക്കുന്ന കണ്ണനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.